നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. RRB ഗ്രൂപ്പ് ഡി 2025 ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത, നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത ചില തെറ്റുകൾ നിങ്ങളെ ഒന്ന് അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിലെ അവെയർ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ലക്ഷ്യം. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ നാളുകളായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാകാൻ സാധ്യതയില്ലടാ. അതായത് നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിന്റെ കൺസിസ്റ്റൻസി ഇടയ്ക്കിടയ്ക്ക് വിടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തീരുമാനത്തെ നിങ്ങൾ ഇല്ലാതാക്കാൻ, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നില്ലടാ. ഇതിനെ നമുക്കൊന്ന് പരിശോധിക്കാം മക്കളെ. ഈ ഒരു ചാനൽ RRB ഗ്രൂപ്പ് ഡി, അതേപോലെ തന്നെ RRB NTPC, മറ്റെല്ലാ RRB SSC എക്സാമുകളെ സംബന്ധിച്ച് വിവരങ്ങളും ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇനിയും കിട്ടാൻ പോകുന്നത്. എല്ലാവരും ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി, ഈ ഒരു മേഖലയിലുള്ള കൂട്ടുകാർ കൂടി ഇത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും നിങ്ങളൊരു ലാസ്റ്റ് ഡേറ്റും നിങ്ങൾ മിസ്സാക്കത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷനും മിസ്സാക്കത്തില്ല, ഒരു അറിയിപ്പും നിങ്ങൾ മിസ്സാക്കത്തില്ല, ഒരു എക്സാം ഡേറ്റുകളും നിങ്ങൾ മിസ്സാക്കത്തില്ല. RRB SSCയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നിങ്ങൾ അറിയേണ്ട വിവരങ്ങളും നിങ്ങളിലേക്ക് ഈ ഒരു ചാനലിലൂടെ നമ്മൾ എത്തിക്കും. അതുകൊണ്ട് ഈ ഒരു ചാനൽ എന്ത് ചെയ്തേക്കാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം മക്കളെ. ഇനിയുള്ള ദിവസങ്ങൾ, അതായത് എന്താണ് എക്സാം എന്നുള്ളതിനെ പറ്റി ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതായത് RRB NTPCയുടെ UG അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷനും ഇതുവരെ ആയിട്ട് നടന്നിട്ടില്ല, അതിന്റെ ഡേറ്റും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും CGL പോലെയുള്ള CHSL പോലുള്ള എക്സാമുകൾ നടക്കേണ്ടതുണ്ട്. എക്സാം കുറച്ചുകൂടി നീളാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ എക്സാം ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ, എക്സാം ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഏകദേശം നമുക്ക് ഓഗസ്റ്റ് മാസത്തിലും നടക്കാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം ജൂലൈ മാസത്തിൽ നടത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡേറ്റ് വരേണ്ടതാണ്. ഇതുവരെയായിട്ടും NTPC UGയുടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞിട്ടേ എക്സാം നടക്കാൻ സാധ്യതയുള്ളൂ. ഓഗസ്റ്റിൽ CGL എക്സാം ആണ്. അപ്പം എന്തായാലും ഇത് മുന്നോട്ട് പോകാനാണ് സാധ്യത. അപ്പൊ എക്സാം ഓഗസ്റ്റിലും നടക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ മുൻപിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നിങ്ങൾ വരുത്താൻ പാടില്ലാത്ത മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിയടാ, ഒന്നാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സമയം. ആ സമയം, ഇപ്പോൾ കിട്ടുന്ന സമയം, അത് വളരെ വിലപ്പെട്ട സമയമാണ്. നിങ്ങൾ കുറച്ചുകൂടി പരീക്ഷ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമായിട്ട് ആ സമയത്തെ കാണണം. അത് എക്സാം നീണ്ടുപോകുന്നതിനെ കാണണം. നിങ്ങൾക്ക് എക്സാം എത്ര നാൾ മുന്നോട്ട് പോയാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷൻ കൂടെ കൊടുക്കുക. ഒരു 5 ടോപ്പിക്ക് നിങ്ങൾ റിവിഷൻ കൊടുക്കാം, ഒരു 10 ടോപ്പിക്ക് എക്സ്ട്രാ നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കറണ്ട് അഫെയർ പോലെയുള്ള മാത്സ്, റീസണിങ് പോലെയുള്ള സയൻസ് വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾ അഡ്വാൻറ്റേജ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ പക്കയായിട്ട് ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയി നിങ്ങളുടെ മാർക്ക് മേപ്പോട്ട് കയറുന്നത് കാണാൻ പറ്റും മക്കളെ. അതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അതായത് മാത്സിനും റീസണിങ്ങിനും വെയിറ്റേജ് ഉണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. മാക്സിമം ക്വസ്റ്റ്യനുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയത്തെ വേസ്റ്റ് ചെയ്യാതെ, നിങ്ങൾ ചില പബ്ലിക് ആയിട്ടുള്ള ചില ചടങ്ങുകൾ ഉണ്ടായിരിക്കാം, ആ ചടങ്ങുകളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യും. അതായത് മാരേജ്, എൻഗേജ്മെന്റുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരും, നിങ്ങൾ തൽക്കാലത്തേക്ക് അതൊന്ന് അവോയ്ഡ് ചെയ്യും. ഫ്രണ്ട്ഷിപ്പിൽ ചില പ്രശ്നങ്ങൾ വരും, അതായത് കൂട്ടുകാർ ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയെന്ന് വരില്ല. നിങ്ങൾ തൽക്കാലത്തേക്ക് കൂട്ടുകാരോട് പറ, മക്കളെ എനിക്കിതാണ് പ്രശ്നം. നിങ്ങളുടെ ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറ, എനിക്ക് പഠിക്കണം, നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, ഇതൊന്ന് മനസ്സിലാക്കുക എന്നൊന്ന് പറയുക മക്കളെ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക. സമയം മറ്റേ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് സമയം നഷ്ടമാക്കും. ഈ സമയത്ത് ആ കാര്യത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മാക്സിമം എഫോർട്ട് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പ്രിപ്പറേഷനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ, നോട്ടുകൾ, ക്ലാസ്സുകൾ, എക്സാമുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു പാക്ക് ആയിരിക്കും ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് ബാച്ച്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 ഈ നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, സെറ്റാണ്, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചിലപ്പോൾ ബ്ലെയിം ചെയ്യും. എനിക്ക് പരീക്ഷ എഴുതിയിട്ട് മാർക്ക് കൂടുതൽ കിട്ടുന്നില്ല, ഞാൻ ഇമ്പ്രൂവ് ആകുന്നില്ല, ഇങ്ങനെയൊരു തോന്നൽ പലപ്പോഴും നിങ്ങൾക്ക് വരാറുണ്ട്. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് മറികടക്കേണ്ടത് മക്കളെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെപ്പോലെ തന്നെയായിരിക്കും എല്ലാവരും ചിന്തിക്കുക, അല്ലേ? നിങ്ങളെപ്പോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായി പഠിക്കുന്ന, നോർമലി പഠിക്കാത്ത ആളുകളൊക്കെ ചിന്തിക്കില്ലായിരിക്കും, പക്ഷെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു 3/4 ഒരു 75% ആളുകളും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. ബാക്കി 25% ഒരു 10% ആളുകൾ നന്നായി പഠിക്കുന്നവരായിരിക്കും, നന്നായി
നന്നായി പഠിക്കുന്നവരായിരിക്കും. നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഈ പറയുന്ന 75% ഉൾപ്പെടാതെ അതിനും മുകളിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. ബാക്കി ഒരു 15% പ്രിപ്പറേഷൻ ലെവലിലേ ഇല്ല, നിങ്ങളുടെ അടുത്തേ ഇല്ല, ആവറേജ് പോലും പഠിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു 15% കാണും. അവരെ മാറ്റി വെച്ചോ. പഠിക്കുന്നതിൽ ഒരു 75% ആളുകളും ചിന്തിക്കുന്നതാണ് അവരെ തന്നെ ബ്ലെയിം ചെയ്യുക. ഞാൻ പഠിച്ചിട്ടെങ്കിലും എത്തുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇട്ടേച്ച് പോവാണ്, ഇതേപോലെയുള്ള ചിന്തകൾ. അങ്ങനെയാണോ നിങ്ങൾ? മക്കളെ, ഒരു 10% ആളുകളുണ്ട്, ഇവർക്കാണ് ജോലി കിട്ടുക. ഡെഫിനറ്റ്ലി ഇവർക്കാണ് ജോലി കിട്ടുക. ആ ബ്ലെയിം ചെയ്യുന്നതിനെ മറികടക്കുന്ന, ഞാൻ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആണ്, ഞാൻ പഠിക്കുന്ന കാര്യം പെർഫെക്റ്റ് ആണ്, ഞാൻ ഈ പഠിക്കുന്നതേ പരീക്ഷയ്ക്ക് വരുള്ളൂ എന്നുള്ള കോൺഫിഡൻസ് മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോകുന്ന ആ 10%-നാണ് ജോലി കിട്ടാൻ പോകുന്നത്. നിങ്ങളും ആ 10%-ലേക്ക് എത്തണം. നിങ്ങൾ നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ റിവൈസ് ചെയ്യുക, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ കണ്ടെത്തുക, ആ തെറ്റുകളെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിവൈസ് പ്രോപ്പർലി ആൻഡ് ഡെയിലി. ഈ 2 കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. അത് പഠിക്കുന്നതിനോടൊപ്പം എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ചിലരെന്ത് ചെയ്യും, സാറ്റർഡേ അതേപോലെ തന്നെ സൺഡേ ഈ 2 ദിവസങ്ങൾ റിവിഷന് വേണ്ടി കൊടുക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിവൈസ് ചെയ്യാൻ പറ്റില്ല. ചിന്തിച്ചോക്കെ, നിങ്ങൾ ഇതുവരെ ചെയ്ത് ഇതല്ലേ, നിങ്ങൾ റിവിഷന് വേണ്ടി സാറ്റർഡേയും സൺഡേയും വിടും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ കയറി വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും, വീട്ടിലെ കാര്യങ്ങൾ വരും. നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ റിവിഷൻ കൊടുക്കില്ല. സ്വാഭാവികമായിട്ടും ആ 2 ദിവസവും റിവൈസ് ചെയ്യാതെ മുന്നോട്ട് പോകും. ടോപ്പിക്കൽ പുതിയത് പഠിക്കും, പക്ഷെ പഴയത് പഠിച്ചതെല്ലാം നമ്മൾ മറന്നു പോകും. ഇതാണ് നിങ്ങളിൽ പലർക്കും സംഭവിക്കുന്നത്. മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ സൺഡേ സാറ്റർഡേ പരിപാടി വിട്. ഡെയിലി നിങ്ങൾ റിവൈസ് ചെയ്യും. ഡെയിലി നിങ്ങൾ റിവൈസ് ചെയ്യും. ഒരു ഫിക്സഡ് ടൈം, ഒരു 10 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഈ 10 മണിക്കൂറിൽ 6 മണിക്കൂർ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഒരു 3 മണിക്കൂർ നിങ്ങൾ റിവിഷന് കൊടുക്കുക, ഒരു 1 മണിക്കൂർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റും. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും നോട്ട് മുഴുവൻ വായിക്കേണ്ട. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ച ഷോർട്ട് നോട്ടുകൾ ഉണ്ടല്ലോ, ആ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ പഠിക്കണം. അതിനാണ് സൂപ്പർ നോട്ട്സിന്റെ മൈക്രോ നോട്ട്സ്. GK ഒക്കെ റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയലാണ് മൈക്രോ നോട്ട്സ്. ഈ മൈക്രോ നോട്ട്സ് വെച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റിവിഷൻ കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ബാച്ചിലേക്ക് വന്നാൽ മതി. ബാച്ചിലേക്ക് വരാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അവർ എല്ലാ കാര്യങ്ങളും, ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. 4-മത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു സ്റ്റഡി പ്ലാന്റെ കുറവാണ്. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകൾ പെൻഡിങ് ആണ്, നിങ്ങൾ പഠിക്കാൻ ഇനി ഏതൊക്കെ ടോപ്പിക്കുകൾ പെൻഡിങ് ആണ്, നിങ്ങൾ റിവിഷൻ എങ്ങനെയാണ് പോവേണ്ടത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് സ്റ്റഡി പ്ലാൻ. നമ്മുടെ സൂപ്പർ നോട്ട്സ് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളുടെ സ്റ്റഡി പ്ലാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഇന്ന കാര്യങ്ങൾക്ക് കൂടെ റിവൈസ് കൊടുക്കണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ഇന്ന ടോപ്പിക്കുകളാണ് നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാനിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനിലൂടെ ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഗോൾഡൻ റൂളുകളാണ്. ഇതൊക്കെ അപ്ലൈ ചെയ്തവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഉണ്ടാക്കുകയും ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. മറ്റൊന്നാണ്, ഇതിനെക്കാട്ടിലൊക്കെ മുകളിൽ നിൽക്കുന്ന ആളാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവൻ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് മക്കളെ കൺസിസ്റ്റൻസി. നിങ്ങൾ 5 ദിവസം പഠിച്ചു, 6-ാം ദിവസവും 7-ാം ദിവസവും റെസ്റ്റ് എടുത്തു, വീണ്ടും 5 ദിവസം പഠിച്ചു, 6-ഉം 7-ഉം റെസ്റ്റ് എടുത്തു, വീണ്ടും 5 ദിവസം പഠിച്ചു. മക്കളെ, ആദ്യത്തെ 5 ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ 6-ഉം 7-ഉം നിങ്ങൾ റെസ്റ്റ് എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും അടുത്ത 5 ദിവസങ്ങൾ പഠിക്കുമ്പോൾ വീണ്ടും ഒരു പക്ഷേ നിങ്ങൾ അതേ ടോപ്പിക്കുകൾ വീണ്ടും പഠിക്കും. കാരണം എന്താ, ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും. കാരണം ആദ്യമുള്ളതെല്ലാം നിങ്ങൾ മറക്കും. അതുകൊണ്ടാണ് മക്കളെ, പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിക്കണം. റിവിഷൻ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, ആ മോട്ടിവേഷനിൽ നിങ്ങൾ നിൽക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, പാതി വഴിക്ക് ഉപേക്ഷിച്ച് വീണ്ടും വീണ്ടും ആദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതായിട്ട് വരും. പല കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഇത് നിങ്ങൾ വരുത്താതിരുന്നാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി സുഖമായിട്ട് നേടാനായിട്ട് പറ്റും. അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പൊ കൺസിസ്റ്റൻസി, അത് കീ ടു സക്സസ് ആണ്. സക്സസ് വേണോ, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താനായിട്ട് പറ്റില്ല. നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആ കാര്യവും നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. മാത്തമാറ്റിക്സ് ആണെങ്കിൽ നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ പഠിക്കണം, നമ്പേഴ്സ് സിസ്റ്റം, ആൾജിബ്ര, മെൻസുറേഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബോർഡ് മാത്സ്, റേഷ്യോ പ്രപ്പോർഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഈ 10 ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടുന്ന് എന്ത് വരുന്നുണ്ട്, നല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വെയിറ്റേജ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്ന് എന്തായാലും 3 മുതൽ 4 വരെ, 3 മുതൽ 4 വരെ, 2 മുതൽ 3 വരെ ഈ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. അപ്പം കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഇനി വരാൻ പോകുന്ന ടോപ്പിക്കുകളാണിത്. ഈ ടോപ്പിക്കുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, കൂടുതൽ സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ ടോപ്പിക്കുകൾ ഉപയോഗിക്കാം. ദെൻ റീസണിങ്ങിലേക്കാണ് വരുന്നതെങ്കിൽ പസിൽസ് 3 മുതൽ 4 ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ സീരീസ് 3 മുതൽ 4 ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ അനലോഗി, ദെൻ ബ്ലഡ് റിലേഷൻ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഡയറക്ഷൻ, സിലോജിസം, വെൻ ഡയഗ്രാം, ആൽഫബറ്റ് സീരീസുകൾ, അനലിറ്റിക്കൽ റീസണിങ്, ഈ ടോപ്പിക്കുകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പൊ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ഡെഫിനറ്റ് ആണ്.
നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, എക്സാമിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളാണ്. ഇതിൻ്റെ എല്ലാ മോഡലുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഇതിൻ്റെ എല്ലാ ഏരിയകളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാക്കിയെടുക്കാം. PYQs കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. നമ്മുടെ സൂപ്പർ നോട്ട്സിലാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് പാക്കുകളുണ്ട്. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കിട്ടും. അത് കൂടാതെ തന്നെ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ കിട്ടും, പ്രാക്ടീസ് ടെസ്റ്റുകൾ കിട്ടും. ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സംശയവും വേണ്ട. ഞാൻ അതിനുശേഷം നോക്കിയിടാം. ജനറൽ സയൻസ് ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, ലൈഫ് പ്രോസസ്സുകൾ, ആസിഡ്, ബേസ്, സോൾട്ട് പോലെയുള്ള കാര്യങ്ങൾ, സോഴ്സസ് ഓഫ് എനർജി, റീപ്രൊഡക്ഷൻ, ഇക്കോളജി, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ദെൻ കെമിക്കൽ റിയാക്ഷൻസ്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഹീറ്റ്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ജനറൽ സയൻസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ. സയൻസിന് 25 മാർക്ക് ഉണ്ടല്ലേ? അപ്പോൾ ഈ ഒരു മാർക്കിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്ന, ഐഡന്റിഫൈ ചെയ്ത് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദെൻ നിങ്ങൾ കറണ്ട് അഫെയർ, ജനറൽ അവയർനെസ് ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ 20 മാർക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് 1 കറണ്ട് അഫെയർ ആണ്, 2 സ്ട്രാറ്റജിക്കാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ സാധ്യതയുള്ളത് സ്ട്രാറ്റജിക്കും കറണ്ട് അഫെയറുമാണ്. ബാക്കിയുള്ള ടോപ്പിക്കുകളാണെങ്കിൽ അവിടെ നിന്ന് ഏകദേശം ഒരു 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ജനറൽ അവയർനെസ്, സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, ഇക്കോണമിക്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇൻഫർമേഷൻ ടെക്നോളജി പോലുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജിക്ക്, ഈ ടോപ്പിക്കുകളൊക്കെയാണ് ഈ ജനറൽ അവയർനെസ് വരിക. ഇത് കൂടാതെയുള്ള കറണ്ട് അഫെയറിനായിരിക്കും ഏറ്റവും കൂടുതൽ. നമുക്കൊരു 5 മാർക്ക് കറണ്ട് അഫെയറിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ സ്റ്റാറ്റിക് ജികെയിൽ നിന്നും ഏകദേശം ഒരു 5 മാർക്കിനടുത്ത് വരാം. ഓക്കെ, ഇത് 2 മാറി പിന്നെ 10 മാർക്കാണ് മക്കളെ. ഒരു ഭാഗത്തു നിന്ന് ഒരു 2 ചോദ്യം അല്ലെങ്കിൽ 3 ചോദ്യം വെച്ച ഗ്രൂപ്പ് ഡിക്ക് ബാക്കിയുള്ള ഭാഗത്തു നിന്ന് വരാം. അപ്പോൾ ഇതെല്ലാം പഠിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യണം ഏതൊക്കെ ടോപ്പിക്കുകളാണ് GKക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ DPSP പഠിക്കുക, പ്രിയാമ്പിൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് പഠിക്കുക. ദെൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് പാർലമെന്റ് ഡെഫിനറ്റ് ആയിട്ട് പഠിക്കണം. ദെൻ അമെൻമെന്റ് ഓഫ് പ്രൊസീജിയർ, 368മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അമെൻമെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്രയും നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കും. ദെൻ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ബേസിക് കോൺസെപ്റ്റുകളെ പറ്റി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ദെൻ ഇൻഫ്ലേഷൻ, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, ഇന്ത്യൻ എക്കോണമി സെക്ടേഴ്സ്, GDP, നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിന് നിങ്ങൾ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. ഉറപ്പായിട്ടും മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഒരുപാട് എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ ടോപ്പിക്കുകളുടെയും പുറകെ പോയിട്ട് കളയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ടൊന്ന് സ്ട്രക്ചർ ചെയ്യുക. അതിനുള്ള സമയമാണ്, ഒരു ക്രാഷ് ബാച്ചിനുള്ള സമയമാണ് ഇനി നിങ്ങളുടെ മുൻപിലുള്ളത്. അതിനെ അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ഹിസ്റ്ററി ആണെങ്കിൽ മൗര്യ എംപയർ, ഗുപ്ത എംപയർ, ദെൻ മുഗൾ എംപയർ, അതിന് അഡ്മിനിസ്ട്രേഷൻ, ദെൻ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് അഡീഷണൽ ഫാക്റ്റുകൾ, ദെൻ 1857 റിവോൾട്ട് ഡെഫിനറ്റ് ആയിട്ട് പഠിക്കണം. ഗാന്ധിയും ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ ബേസിക് ആയിട്ട് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ് ബാങ്കിങ്, ദെൻ സൈബർ സെക്യൂരിറ്റി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റ പ്രൈവസി പോലെയുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ജോഗ്രഫിയിലേക്ക് വരുമ്പോഴോ അവിടെ എർത്തിന്റെ സ്ട്രക്ചർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ ക്ലൈമറ്റിക് സോണുകളെ പറ്റി, വെതർ പാറ്റേണുകളെ പറ്റി, റിവേഴ്സ്, വെസ്റ്റേൺ റിസോഴ്സുകളെ പറ്റി, നാച്ചുറൽ വെജിറ്റേഷൻ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഇപ്പോൾ മൗണ്ടെയിൻസ്, പ്ലേറ്റ്യൂസ് പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് ചോദ്യം വരാം. ജോഗ്രഫി ഈ ഒരു രീതിക്ക് നിങ്ങൾ പഠിക്കാം. സ്ട്രാറ്റജിക്ക് ആണെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസ്, ക്യാപിറ്റൽസ്, കറൻസീസ് പോലെയുള്ള കാര്യങ്ങളെ പറ്റി അവയർനെസ് ഉണ്ടായിരിക്കണം. നാഷണൽ ഇന്റർനാഷണൽ ഡേയ്സും തീംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫേമസ് ആയിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ്, നാഷണൽ സിംബൽസ്, ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ മൊണ്യൂമെന്റ്സ്, ഫോക്ക് ഡാൻസുകളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഫോക്ക് ഡാൻസുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്കുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് സ്ട്രാറ്റജിക്കയിൽ നിന്ന് കൊടുക്കുക. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? കറണ്ട് അഫെയർ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പഠിക്കുക. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇനി വരാനിരിക്കുന്നതാണ്. ദെൻ നൊബേൽ പ്രൈസ് വിന്നേഴ്സ് 2025 ഇവിടെ എഴുതിയിരിക്കുന്നത്, 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. ദെൻ യൂണിയൻ ബജറ്റ് പഠിക്കണം, ഇന്ത്യൻ മോണിറ്ററി പോളിസി, RBIയുടെ ചേഞ്ചുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യ US ടാരിഫ് റിലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലെജിസ്ലേറ്റീവ് റിഫോമുകൾ, ക്ലൈമറ്റ് ചേഞ്ച്, റിന്യൂവബിൾ എനർജി പോലെയുള്ള കാര്യങ്ങൾ, ദെൻ അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ റിഫോമുകൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ ഗ്ലോബൽ ഇക്കണോമിക് ഇഷ്യൂസ്, ഇന്റർനാഷണൽ സമ്മിറ്റുകൾ, കോൺഫറൻസുകൾ, സ്പേസ് മിഷനുകളെ പറ്റിയുള്ള കാര്യങ്ങൾ, സ്പോർട്സ് ഇവന്റുകളെ പറ്റിയുള്ള കാര്യങ്ങൾ, എൻവയോൺമെന്റൽ ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, മേജർ ജുഡീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ, കൾച്ചറൽ ഇവന്റുകൾ, അവാർഡുകൾ, ഹെൽത്ത്, പാൻഡമിക് ഇഷ്യൂസ്, ഇതുപോലെയുള്ള കറണ്ട് അഫെയർ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കറണ്ട് അഫെയറിൽ നിന്ന് ഏകദേശം 5 ചോദ്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നിന്നൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം.
മക്കൾ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണം. 200+ അവേഴ്സിന്റെ റെക്കോർഡഡ് സെഷനുകൾ നിങ്ങൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ലൈവ് സെഷനുകൾ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈവ് സെഷനുകൾ വേണം. ദെൻ ടെസ്റ്റ് പാക്കുകൾ, PYQ സെഷനുകൾ, മെന്റർഷിപ്പുകൾ, നമ്മുടെ അമൽ സാറിനകത്തുള്ള മോട്ടിവേഷൻ സെഷനുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ മക്കളെ ഗ്രൂപ്പ് ഡിയുടെ ഒരു ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. 8281 ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. 8281 ഒരിക്കൽ കൂടി ഒന്ന് ഓർത്ത് വെച്ചോടാ. 8281 താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തേക്കാം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. മറന്നു പോയാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഓർഡറിൽ തന്നെ ചെയ്തു പൊക്കോളുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 8281 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ബാച്ചിൽ കാണാം.